ബി ഹെൽത്തി ഈറ്റേഴ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വേനൽ ചൂടും ഒപ്പം പരീക്ഷാ ചൂടും ഭക്ഷണകാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ശീതഗുണമുള്ള ഭക്ഷണങ്ങളാണ് നാം കഴിക്കേണ്ടത്. ശീതഗുണമുള്ള ഭക്ഷണമെന്നാൽ ഫ്രിഡ്ജിൽ വെച്ചുള്ളവയല്ല. എന്തൊക്കെയാണ് ശീതഗുണമുള്ള ഭക്ഷണങ്ങളെന്ന് നോക്കൂ. കുടിക്കാനായിട്ട് ഈ സമയത്ത് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ്. അതുപോലെ തന്നെ മോരും വെള്ളവും നല്ലതാണ്. കറികളിലാവട്ടെ ചീര, മത്തൻ, വെള്ളരി തുടങ്ങിയ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. ചെറുപയർ വേവിച്ച് തേങ്ങാപ്പീരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. തീർച്ചയായും മാംസാഹാരവും മസാല ചേർത്ത ഭക്ഷണങ്ങളും, അത് പച്ചക്കറി ആയാലും ശരി, മസാല ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാണ് നല്ലത്. എണ്ണയിൽ വറുത്തവയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും ഒഴിവാക്കിയേക്കൂ. സോഫ്റ്റ് ഡ്രിങ്ക്സും വേണ്ട. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ധാരാളമായി കുടിക്കുക. ഇളനീര് കുടിക്കാം. എരിവ് കറികളിൽ അധികം വേണ്ട. അമ്മമാർ ശ്രദ്ധിച്ചോളൂ, കറികൾ തയ്യാറാക്കുമ്പോൾ അധികം എരിവ് വേണ്ട ഈ സമയത്ത്. അതുപോലെ തന്നെ ഷേക്കുകൾ തയ്യാറാക്കുമ്പോൾ ബദാം വേണ്ട. ബദാം ശരീരത്തിന് ചൂടാണ്. മിൽക്ക് ഷേക്ക്, അവൽ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. ഗോതമ്പിന് പകരം അരി തന്നെയാണ് ഈ സമയത്ത് നല്ലത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ. അവരെ തയ്യാറാക്കുന്ന അമ്മമാർക്കും ആശംസകൾ. ഹാപ്പി വിമൻസ് ഡേ.